നമസ്തേ, കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പഞ്ചതന്ത്രം കഥകളാണ്. പഞ്ചതന്ത്രത്തിലെ ആദ്യത്തെ തന്ത്രമായ മിത്രഭേദം എന്ന തന്ത്രം തൻ്റെ മക്കളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി സോമശർമാവ് എന്ന് പറയുന്ന മഹാഗുരുവിൽ നിന്നും കഥകൾ കുട്ടികൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. മിത്രങ്ങളെ തിരഞ്ഞെടുക്കുന്നതിൽ മിത്രങ്ങളിൽ നിന്നുണ്ടാകുന്ന അനുഭവങ്ങൾ അതൊക്കെയാണ് ഈ കഥയിലൂടെ കുട്ടികൾക്ക്, രാജകുമാരന്മാർക്ക് ഗുരു പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നത്. ഈ കഥയിൽ പിങ്കളൻ എന്നൊരു സിംഹമുണ്ട്, സഞ്ജീവകൻ എന്നൊരു കാളയുണ്ട്. കൂടാതെ പിങ്കളൻ്റെ മന്ത്രി ക്രോഷ്ടാക്കളാണ്, കുറുക്കന്മാരാണ്, രണ്ടുപേരുണ്ട്. കരടകനും ദമനകനും രണ്ടുപേരും സഹോദരങ്ങളാണ്. അവർക്ക് സഞ്ജീവകനുമായിട്ട് സിംഹത്തിനെ പരിചയപ്പെടുത്തി കൊടുത്തു. ആ മുഴുത്ത കാള, കൂറ്റൻ കാളയുമായിട്ടുള്ള സിംഹം രാജാവ്, മൃഗരാജാവ് ആ കാളയെ പിടിച്ച് തിന്നുന്നതാണ് അവർ കരുതിയത്. പക്ഷേ അവിടെ പിഴച്ചുപോയി. സിംഹവുമായിട്ട് വളരെ ചങ്ങാത്തത്തിലാവുകയാണ് ചെയ്തത് സഞ്ജീവകൻ. അതുകൊണ്ട് മന്ത്രിസ്ഥാനം വരെ ഇപ്പോൾ സഞ്ജീവകനാ. ദമനകനും കരടകനും ഒന്ന് മാറ്റി നിർത്തിയിരിക്കുക സിംഹരാജാവ്. അവർക്കാണെങ്കിൽ സഹിക്കാൻ വയ്യ. എങ്ങനെ ഈ കാളയും രാജാവിനെയും തമ്മിൽ തെല്ലിക്കും എന്നുള്ള വഴികൾ ആലോചിച്ചുകൊണ്ട് നടക്കുകയാണ്. അതിനുവേണ്ടി അങ്ങും ഇങ്ങും ഓരോ സൂത്രങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ ചെയ്യണം. അപ്പം ദമനകൻ അവിടെ ചെന്ന് ഒരു മൂട്ടയുടെയും പേനിൻ്റെയും കഥ പറഞ്ഞല്ലോ. പേൻ അങ്ങനെ രാജാവിൻ്റെ പട്ടുമെത്തയിൽ സുഖമായിട്ട് താമസിക്കാറുണ്ടോ, രാജരക്തവും കുടിച്ച്. ഒറ്റ കടി കടിച്ചാൽ പേൻ്റെ വയറ് പറഞ്ഞല്ലോ. പക്ഷേ വഴി തെറ്റി വന്നൊരു മൂട്ട അവിടെ വന്നിട്ട്, അയ്യോ എനിക്ക് ധൃതിയാവണു, രാജരക്തം ഒരു ദിവസം ഞാൻ കഴിക്കട്ടെ, ഒരു തുള്ളി കഴിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് രാജാവ് ഉറക്കം പിടിച്ചതിന് ശേഷം മാത്രമേ പേൻ രാജാവിനെ കടിച്ച് ചോര കുടിക്കാറുള്ളൂ. അത്രയ്ക്കൊന്നും ക്ഷമിക്കാനുള്ള അവസരമില്ല മൂട്ടയ്ക്ക് ഉറക്കം പിടിക്കുമ്പോൾ പിടിച്ച് കടിച്ചു. കാട്ടിക്കൊണ്ട വഴിക്ക് രാജാവ് ചാടിപ്പറിച്ചെണീറ്റ് ഭൃത്യന്മാരെയൊക്കെ വിളിച്ച് പട്ടുകടയ്ക്ക് തപ്പി നോക്കിക്കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് കിട്ടിയത് പേനിനെയാണ്. പേന അവരെ പിടിച്ച് നഖത്തിൻ്റെ ഇട്ടയ്ക്ക് വച്ചങ്ങോട്ട് ഞരടി കൊന്നു. അപ്പം എന്താ ഉണ്ടായത്? തൻ്റെ മിത്രത്തെ, മൂട്ടയെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കാതെ സൗഹൃദം നടത്തി തൻ്റെ കൂടെ പട്ടുകത്തിൽ കിടക്കാൻ പേൻ സമ്മതിച്ചുകൊണ്ട് പേൻ്റെ ജീവനാണ് ആപത്തുണ്ടായി. അതുപോലെയാണ് ഈ പിങ്കളൻ്റെ അടുത്ത് നിന്ന് സഞ്ജീവകനെ മാറ്റാൻ വേണ്ടി കഥ പറഞ്ഞതിന് ശേഷം ദമനകൻ സഞ്ജീവകൻ്റെ അടുത്തേക്ക് പോവുക. അവിടെ ചെന്നിട്ട് എങ്ങനെയെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കി സിംഹത്തെയും സഞ്ജീവകനെയും തമ്മിൽ തെറ്റിക്കണം. അതാണ് ദമനകൻ്റെ ലക്ഷ്യം. അവിടെ ചെന്ന് അങ്ങനെ സഞ്ജീവകനെ കണ്ടു. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം കണ്ടുകൊണ്ട് സഞ്ജീവൻ, വരൂ 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 ചങ്ങാതി, എന്താണ് അങ്ങേക്ക് സുഖം തന്നെയല്ലേ എന്ന് ചോദിച്ചു ദമനകനോട്. ദമനകൻ അപ്പോൾ ഒരു രസമില്ലാത്ത ഭാവത്തിൽ, ആ ചോദ്യം തന്നെ ഇഷ്ടപ്പെടാത്ത ഭാവത്തിൽ, എന്ത് സുഖം, എന്നെപ്പോലെയുള്ള ദാസന്മാർക്കൊക്കെ എന്ത് സുഖം, അങ്ങേക്ക് സുഖമായിരിക്കും, കാരണം അന്ന് മൃഗരാജാവിൻ്റെ മന്ത്രിയല്ലേ, അതുകൊണ്ട് നല്ല സുഖമാവും. പക്ഷേ എന്നത്ര സുഖമൊന്നുമല്ല, ഞാൻ പാരുമല്ലല്ലോ രാജകൊട്ടാരത്തിൽ എന്നിങ്ങനെ പറയുന്നുണ്ട്. മനസ്സിലുള്ള ഈ ദുഷ്ടവിചാരം കൊണ്ട് ദമനകൻ അവിടെ ചെന്നേക്കണേ. എന്തെങ്കിലും വിധത്തിൽ മൃഗരാജാവിന് എതിരായിട്ട് സഞ്ജീവകനെ ആക്കി തീർക്കണം, അതാണ് ലക്ഷ്യം. അങ്ങനെ ഒരിക്കലും മൂഢന്മാരുടെ കൂട്ടത്തിൽ അകപ്പെട്ട അവനൊരിക്കലും ഒരു സൗഖ്യം ഉണ്ടാവില്ല എന്ന് പറയട്ടെ. ഈ അവസരത്തിൽ ദമനകൻ ഇങ്ങനെയെല്ലാം ചിന്തിക്കുന്നത് എന്താ, ഈ മൃഗരാജാവിന് ഇത്ര മോശമായിട്ട് എന്താ ഇങ്ങനെ പറയണേ എന്നൊക്കെ വിചാരിച്ച് സഞ്ജീവകൻ ഇങ്ങനെ ആലോചിച്ചു. പക്ഷേ ദമനകൻ പിന്നെയും തുടരാം. അങ്ങ് രാജാവിനെ എത്രയും വിശ്വസ്തനായി കഴിഞ്ഞുകൂടുന്നു, എങ്കിലും ഈ രാജാക്കന്മാരുടെ സ്വഭാവമൊന്നും വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ. നിസ്സാരമായ കാര്യം മതി അടിച്ച് പുറത്ത് കടത്തും, പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾക്കൊക്കെ അപ്പം അങ്ങനെ സംഭവിച്ചിരിക്കണതല്ലേ. അതുകൊണ്ട് അങ്ങ് ഈ സൗഖ്യമൊന്നും കണ്ട് ഈ രാജാവിനെ വിശ്വസിച്ച് കൂടുകയൊന്നും വേണ്ട എന്ന് ദമനകൻ പറയേണ്ടായി. സജ്ജനങ്ങൾ നല്ലത് പറഞ്ഞാലും അഹങ്കാരികൾ കാലക്രമത്തിൽ അവരെ ഉപേക്ഷിക്കും. എത്ര നല്ല കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ട് ചെയ്താലും അഹങ്കാരം മൂത്ത് തലയ്ക്ക് പിടിച്ചിരിക്കണവരുണ്ടല്ലോ, അവരൊക്കെ ഉപേക്ഷിച്ചത് തന്നെ ഈ സജ്ജനങ്ങളെ കരുതുന്നവരല്ല.
കോപത്തിന് കാരണമുണ്ടെങ്കിൽ അത് തീരുന്നതാണ്. അപ്പോൾ പറഞ്ഞു ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ സഞ്ജീവൻ പറഞ്ഞു എന്നോട് രാജാവ് കോപിക്കാനായിട്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ വളരെ സത്യസന്ധമായിട്ട് ആത്മാർത്ഥമായിട്ടാണ് ജീവിക്കട്ടെ. അപ്പോൾ ദമനകൻ പറയണേ കോപത്തിന് വല്ല കാരണവും വേണം, അല്ല ഇനിയിപ്പോൾ കോപം കൊണ്ടാണ് നമ്മളോട് ഒരു മുഷിച്ചില്ലെങ്കിൽ സമാധാനമുണ്ട്, നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കി തിരുത്താലോ. അങ്ങനെയൊന്നുമില്ല, ഒരു കാരണവും വേണ്ട ഈ രാജാക്കന്മാർക്ക്, അഹങ്കാരികളല്ലേ ഇവര്. നമ്മുടെ രാജാവ് നല്ലൊരു അഹങ്കാരിയാണ്. വിദ്വാൻമാരെ അവരെ തടുക്കുവാൻ ആരാ ഉള്ളത്? അവർക്ക് തോന്നിയ പോലെ തന്നെ വൈദ്യന്മാർ, മന്ത്രിമാർ, വിദ്വാൻമാർ പഥ്യമായത് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ട വിധത്തിൽ ചക്രവർത്തിക്ക് രാജാവിന് ഇഷ്ടപ്പെട്ടോണം പറയാം വൈദ്യന്മാർ. സുഖടക വളരെ നിസ്സാരമാണ്, ഈ മരുന്നങ്ങൾ സേവിച്ച് ഇപ്പം അങ്ങോട്ട് മാറും, എവിടെ മരണകാരണമാവും, എന്നാലും വൈദ്യന്മാർ അങ്ങനെ പറയും. ഇങ്ങനെയൊക്കെ ചെയ്താലും അതൊക്കെ അത്ര മുഴുവൻ രാജാവിനെ തൃപ്തിപ്പെടുത്താൻ പര്യാപ്തമായി വരില്ല. സിംഹം തമ്പുരാന് താൻ അപ്രിയം ഒന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ താനിപ്പോൾ എന്തിനെ പേടിക്കണേ എന്ന് വിചാരിച്ചു സഞ്ജീവകൻ. ദമനകൻ സഞ്ജീവകൻ്റെ മനസ്സിൽ സിംഹത്തെക്കുറിച്ച് ഒരവിശ്വാസം വളർത്താൻ ഉത്സാഹിച്ചുകൊണ്ട് പിന്നെയും പറഞ്ഞു. ഇതുവരെയായിട്ടും ദമനകന് മനസ്സിലായി സഞ്ജീവൻ അങ്ങോട്ട് ശരിക്കും സിംഹത്തിനോടൊരു വിശ്വാസമില്ലായ്മ. ഇയാളെന്നെ ചതിക്കുമോ? ഈ രാജാവ് എന്നെയും ഇവിടെ നിന്ന് പറഞ്ഞു വിടുമോ? ഈ കാണിക്കണ സ്നേഹമൊക്കെ ഒരു അഭിനയമാണോ എന്നുള്ള സംശയം വരുത്തണം സഞ്ജീവകൻ്റെ ഉള്ളിൽ. അതിനാണ് ഈ ദമനകൻ പാടുപെടുന്നത്. അത് അങ്ങോട്ട് തൃപ്തിയായിട്ടില്ല എന്ന് തോന്നി. ദമനകൻ പിന്നെയും പറയാൻ തുടങ്ങി. രാജാക്കന്മാരുടെ സ്വഭാവമുണ്ടോ നിങ്ങളെപ്പോലുള്ള ശുദ്ധാത്മാക്കൾ അറിയണേ? അപ്പം സഞ്ജീവകനെ ഒരു പുകഴ്ത്തല്ലേ, അങ്ങ് ശുദ്ധാത്മാവാണ്, അതുകൊണ്ട് അങ്ങയ്ക്കറിയില്ല ഈ രാജാക്കന്മാരുടെ കള്ളത്തരങ്ങളൊന്നും. അവർക്ക് ഒരുപാട് കുരുത്തക്കേടുകളൊക്കെ ഉണ്ട്. പ്രജകളെ ഉപദ്രവിക്കുന്നതിന് അവർക്ക് കാരണമൊന്നും വേണമെന്നില്ല. ഒന്നാമത്തെ കാര്യം അതാ. അല്ലെങ്കിലോ നിസ്സാരമായ വല്ല കാരണം മതി. എന്നിട്ടോ മൂർച്ചയുള്ള ഈ രാജാവിനെ സേവിക്കുക എന്ന് പറയുന്നതുണ്ടല്ലോ. ദമനകൻ സഞ്ജീവകനെ പറഞ്ഞു കൊടുക്കുക. രാജ്യസേവനം, അതായത് സഞ്ജീവകൻ മന്ത്രിയായിട്ട് പിങ്കളൻ്റെ അടുത്ത് നിൽക്കുന്നതിലുള്ള അസൂയ കൊണ്ട് പറയണതാ. വാൾത്തല, നല്ല മൂർച്ചയുള്ളൊരു വാളിൻ്റെ വായ്ത്തല, മൂർച്ചയുള്ള ഭാഗം നമ്മൾ നാക്ക് കൊണ്ടൊന്ന് അങ്ങോട്ട് നക്കുകയാണെന്ന് വെച്ചാൽ എന്താ സംഭവിക്കുക? നല്ല വാള്, നല്ല മൂർച്ചയുണ്ട്. വായ്ത്തല കൊണ്ട് നമ്മൾ നക്കിയത് നമ്മുടെ നാക്ക് രണ്ടായിട്ട് അങ്ങോട്ട് പിളർന്നു പോകും. എന്ന പോലെ ഈ എത്ര തന്നെ നമ്മൾ സേവിച്ചാലും എങ്ങനെയായാലും അതുപോലെയാണ് ഈ രാജ്യസേവ എന്ന് വെച്ചാൽ അത്ര അപകടം പിടിച്ചൊരു ജോലിയാണ്. രാജാവിൻ്റെ അടുത്ത് നമുക്കൊരിക്കലും സുരക്ഷിതമില്ല, സുരക്ഷയില്ല എന്നാണ് പറഞ്ഞു കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെയാണ് ഒരു മൂർഖം പാമ്പ്. കണ്ടപ്പോൾ അത്തിവിടത്തിൽ അങ്ങോട്ട് ആറിനുള്ള നല്ല സ്റ്റൈലാണ്, പക്ഷെ അതിൻ്റെ മുഖത്തൊന്ന് ചുംബിക്കണം എന്ന് വെച്ചാൽ, ഒന്ന് ഉമ്മ വെക്കണം എന്ന് വെച്ചാൽ എന്താവും? കൊട്ടും വിഷമല്ലേ മൂർഖന്. അതുപോലെ അപകടം പിടിച്ചൊരു ജോലിയാണ് ഈ രാജസേവ. പുറമേക്ക് ഇവർ സ്നേഹഭാവം കാണിക്കും, പക്ഷേ മനസ്സ് മഹാക്രൂരമാണ് ഈ മൃഗരാജൻ്റെ എന്നാണ് ദമനകൻ പറഞ്ഞു കൊടുക്കുന്നത്. എത്ര ചില സൂത്രക്കാരൊക്കെ ഉണ്ടല്ലോ, ചില വിദ്വാന്മാർ, അവരെന്ത് ചെയ്യും? അവർ ദുഷ്ടന്മാരാണ്. അവർ അതിഥികൾ വരും അവരുടെ ഭവനങ്ങളിലേക്ക്. രാജാവിൻ്റെ അടുത്ത് സ്ഥിതി അങ്ങനെയൊക്കെ തന്നെയാണ്. അതിഥികൾ വരുന്ന സമയത്ത് നല്ല സ്നേഹമൊക്കെ കാണിച്ച് പടിക്കൽ വരെ ചെന്ന് അവരെ കൂട്ടിക്കൊണ്ടുവന്ന് ഭവനത്തിൽ വന്ന് ഇപ്പം സൽക്കരിക്കാനും ഒക്കെ തുടങ്ങി. അതിനെന്താ വീടിനകത്തേക്ക് കയറുമ്പോഴേക്കും അയ്യോ തന്നെ കണ്ടത് നന്നായി, എനിക്ക് അപ്പടിയും കഷ്ടകാലമാണ്, അത്ര കച്ചവടത്തിൽ നഷ്ടം വന്നു, അല്ലെങ്കിൽ വേറെ ഉള്ളവർക്ക് ഭാര്യയ്ക്ക് അസുഖമായിട്ട് അവളുടെ വീട്ടിൽ പോയേക്കാണ്, അങ്ങനെ ഇങ്ങനെ കൃഷിയാണെങ്കിൽ നശിച്ചു പോയി, കച്ചവടവും മഹാമോശം എന്നൊക്കെ പറഞ്ഞ് ബലിപ്പിച്ച് എന്തിനു പറയണു? അതിഥി സൽക്കാരം ഒന്നും നടത്താതെ കണ്ട് ഇവരെല്ലാം ദുഷ്ടന്മാരുടെ സ്വഭാവം. വന്ന അതിഥികളെ അങ്ങോട്ട് പറഞ്ഞയക്കുകയും ചെയ്യും. ഒന്നും കൊടുക്കില്ല എന്ന് മാത്രമല്ല, കുറേ തൻ്റെ കഷ്ടതകൾ പറയുകയും ചെയ്യും. ഇത്രയൊക്കെ കേട്ടപ്പോൾ ഈ സഞ്ജീവകൻ്റെ ഉള്ളൊന്നും അങ്ങോട്ട് കാളി. അയ്യോ, എൻ്റെ രാജാവും ഇതുപോലെയൊക്കെയുള്ള ആളാവോ എന്ന് കരുതി അദ്ദേഹം ഒന്ന് ഭയപ്പെട്ടു.
ഈ കുറുക്കന്മാർ സിംഹത്തെ ഉപദേശിച്ച് ആപത്തുണ്ടാക്കും. അപ്പം സഞ്ജീവകനൊന്ന് ഈ കുറുക്കന്മാരെ കരടകനും ദമനകനും ചെന്ന് സിംഹത്തിനോട് പറഞ്ഞ് എന്തെങ്കിലും ആപത്തുണ്ടാക്കും. അതിനു മുമ്പ് ഇവരോട് ഇവരുടെ കൂടെയുള്ള താമസം സിംഹത്തിന് ഇടവന്നാൽ സിംഹത്തിൻ്റെ മനസ്സ് ഇവരെ മാറ്റി എടുക്കുമെന്നത്. ദുഷ്ടജനങ്ങളുമായിട്ടുള്ള സഹവാസം ജീവനാശത്തിനും കൂടി ഇടവരുത്തും. സ്വന്തം ജീവൻ തന്നെ അപകടത്തിലാവും ദുഷ്ടന്മാരുടെ കൂടെ താമസിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതിന് ഉദാഹരണമായിട്ട് ഈ ദമനകനോട് എന്ത് ചെയ്തു? സഞ്ജീവകൻ ഒരു കഥ പറഞ്ഞു. ഞാനൊരു കഥ പറയാം കേട്ടോ. ആ കഥയിൽ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ഒരു ദമനകന് പറഞ്ഞു കൊടുക്കുകയാണ് സഞ്ജീവകൻ. ദുഷ്ടന്മാരായ കുറുക്കന്മാരും വ്യാഘ്രവും കാക്കകളും കൂടിയിട്ട് പണ്ട് പാവപ്പെട്ട ഒരു ഒട്ടകത്തിനെ കൊന്നു. ഈ കുറുക്കന്മാരും കൂടി പിന്നെ ആരൊക്കെ കൂടി വ്യാഘ്രം എന്ന് പറയുന്ന സിംഹമല്ലല്ലോ, പുലി. കുറുക്കന്മാരും പുലികളും കാക്കകളും ഒക്കെ സൂത്രശാലികളാണ്. കുറുക്കന്മാർക്ക് അതീവ കാക്ക പിന്നെ സൂത്രശാലിയല്ലേ. അതുപോലെ തന്നെയാണ് പുലികൾ. ഇവർ 3 കൂട്ടരും കൂടിയിട്ട് പാവപ്പെട്ട ഒട്ടകം വളരെ വലുപ്പമൊക്കെ ഉണ്ട്, തലയെടുപ്പൊക്കെ ഉണ്ട്. പക്ഷെ പിൻകാൽക്കൊരു ചവിട്ട് കിട്ടിയ ഈ 3 ജീവികളും ഒറ്റയടിക്ക് ചാവും. പക്ഷേ ആ ഒട്ടകത്തിനെ ഇവരങ്ങോട്ട് കൊന്നു. ആ കഥ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം എന്ന് ദമകനോട് സഞ്ജീവകൻ പറഞ്ഞു വെച്ചു. അപ്പം ഇനി നമ്മൾ അടുത്ത കഥയിൽ പറയുന്നത് സഞ്ജീവകൻ പറയുന്ന കഥയാണ് ദമനകനോട്. ഈ കഥ ഇപ്പോൾ ദമനകൻ സഞ്ജീവകൻ്റെ മുൻപിൽ ചെന്ന് പിങ്കള എന്ന മൃഗരാജാവിനെ പറ്റി അദ്ദേഹത്തിൻ്റെ ക്രൂരതകളെപ്പറ്റി പറഞ്ഞ് മനസ്സിലാക്കുക. സഞ്ജീവകനെയും പിങ്കളനെയും തമ്മിൽ തെറ്റിക്കാനുള്ള ഒരു ശ്രമം, അത്രേ ഉള്ളൂ. ഈ കഥ ഞാൻ ഇന്നിവിടെ നിർത്തുകയാണ്. അടുത്ത ദിവസം സഞ്ജീവകൻ ദമനകന് പറഞ്ഞു കൊടുക്കുന്ന കഥ പറയാം. ഈ കഥ നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കേൾക്കണം. ഇതൊരു അവസരമായി കരുതണം. നമ്മൾ തന്നെത്താനെ ഇരുന്ന് ഈ പഞ്ചതന്ത്രം വായിക്കുക എന്നുള്ളത് ഇതുവരെ വായിച്ചിട്ടുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഉണ്ടെങ്കിൽ ഓക്കെ, കഥകളൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ ഓക്കെ ഞാൻ സ്തുതിക്കുന്നു. പക്ഷേ ഓർമ്മയിൽ നിൽക്കുകയില്ല. കഥകൾക്കുള്ളിൽ കഥകളാണ്. അതുകൊണ്ട് വീണ്ടും ഓർക്കാനുള്ള ഒരു അവസരമായിട്ടാണെങ്കിൽ ഈ കഥകളൊക്കെ ശ്രദ്ധിക്കൂ, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കൂ. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. എല്ലാവർക്കും ഞാൻ നിങ്ങളുടെ ബാലതി ചേച്ചി. നമ്മുടെ ചാനലാണ് കേട്ടോ ഇത്. ഇതിനെ ഇങ്ങനെ പൊക്കി കൊണ്ടുവരണം.